എന്നെ കൊന്നത് രാജേട്ടനല്ല. നടന്ന സത്യം തുറന്നു പറയാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. മേക്ക് യുവർ ഓണേഴ്സ് പാർഡൻ. ഈ കേസുമായി ബന്ധപ്പെടുത്തി ഈ സാക്ഷിയെ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കാം. യെസ്, പ്രൊസീഡ്. ഈ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാ 1-ാം തീയതിയും അമ്മയും ഒന്നിച്ച് ഞങ്ങൾ ഗുരുവായൂർക്ക് തൊഴാൻ പോകാറുണ്ട്. സംഭവം നടന്ന അന്ന് രാത്രി എന്റെ മോൾക്ക് നേരിയ പനിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും മോളും ഗുരുവായൂർക്ക് പോയില്ല. ആ രാത്രിയിൽ മിനിമോൾക്ക് സുഖമില്ലാതെ കിടക്കുമ്പോ എങ്ങനെയാ അമ്മ പോവുക? എന്റെ കല്യാണം കഴിഞ്ഞ അന്നു മുതൽ എല്ലാ മാസവും 1-ാം തീയതി തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്നതാ. ഇതുവരെ അത് മുടക്കിയിട്ടില്ല. ഏതായാലും ഗുരുവായൂർ പോക്ക് മുടക്കണ്ട. അമ്മയും ചേട്ടനും പോയിട്ട് വരും. മോളെ തനിച്ചാക്കിയിട്ട് എങ്ങനെയാ പോകുന്നത്? അത് സാരമില്ല, ശ്രീധരമാവനുണ്ടല്ലോ. ആ ശ്രീധരന്റെ മോക്ക് സുഖമല്ലെന്ന് പറഞ്ഞു പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. ശ്രീധരമാവൻ വരും. അമ്മയും രാജേട്ടനും പോയിട്ട് വരും. എന്നാ താമസിക്കണ്ട, പോകാം. ഇത്ര വൈകിട്ടെന്താ ശ്രീധരമാവ? ഈ സമയത്ത് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കഴുതേ, ചെറുപ്പം മുതലേ ഉള്ള എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിന്നെ സ്വന്തമാക്കുന്നത്. പക്ഷെ സാധിച്ചില്ല. അതൊക്കെ പോട്ടെ, ഒരു ദിവസമെങ്കിലും നീ എന്റെ സ്വന്തമായിരിക്കണമെന്നുള്ളത് ഇപ്പോഴത്തെ വലിയ മോഹം. അല്ലെങ്കിൽ ഞാൻ ഒറ്റ വെച്ച് ബഹളം ഉണ്ടാക്കും. ഒച്ച വെച്ച് ബഹളം കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. നിന്റെ അമ്മയും ചേട്ടനും ഗുരുവായൂർക്ക് പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇവരാരും ഇല്ലെന്നും എനിക്കറിയാം. വരരുത്, കൊന്നുകളയും ഞാൻ. ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് വിവരമില്ലാതെ എന്തെയോ ചെയ്തു പോയതാണ്. നീ എന്നോട് ക്ഷമിക്കുക. എക്സ്ക്യൂസ് മീ. നീ ഇത് ആരോടും പറയരുത്. എക്സ്ക്യൂസ് മീ, ഞാൻ പോയേക്കാം. Oh,
പിന്നെ വന്നട പട്ടി. അയ്യോ വേണോട്ടാ, വേണോട്ടാ. ഞാൻ ദിവാകരനാണെന്ന് എനിക്കറിയാം. ദിവാകരന്റെ കാറ് ഞാൻ കണ്ടു. ഇവിടെ ആരും ഇല്ലാത്തപ്പോ അവൻ വേണോട്ടാ, എനിക്ക് മാപ്പ് തരൂ. ഇല്ല നീത്തി, നീ അറിയാതെ ചെയ്തതാണെന്ന് എനിക്കറിയാം. ഞാൻ പോയാൽ വേണോട്ടാ, നീ ഇനി പതറാ. നീ കുറ്റവാളിയാകരുത്. നിന്റെ മോക്ക് വേണ്ടി, മിനിമോൾക്ക് വേണ്ടി, എന്റെ സിന്ധുവിന്റെ വിവാഹം മുടങ്ങരുത്. വേണോട്ടാ. നീ അത് നടത്തണം. വേണോട്ടാ. ഞാൻ എന്റെ സ്വന്തം ചേട്ടനെ പോലെ സ്നേഹിച്ചിരുന്ന ആളാണ് വേണുവേട്ടൻ. എന്റെ കൈ കൊണ്ട് വേണുവേട്ടൻ മരിച്ചപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ സങ്കടം പറയാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഞാനെല്ലാം ഒതുക്കി പിടിച്ച് നടന്നു. എന്റെ മോളുടെ മുഖം കാണുന്നത് പോലും എനിക്ക് ഭയമായിരുന്നു. പലവട്ടം ഞാൻ കുറ്റം ഏറ്റു പറയാൻ തുനിഞ്ഞതാണ്. ഞാൻ ചെയ്ത കുറ്റത്തിന് എന്റെ രാജ്യത്തിനെ അറസ്റ്റ് ചെയ്തപ്പോ ഞാൻ ആകെ തളർന്നുപോയി. അന്ന് രാത്രി ദിവാകരേട്ടൻ അന്നെന്നെ കീഴ്പ്പെടുത്തുമെന്ന് വന്നപ്പോ എനിക്കതിനൊരു മാർഗമുണ്ടായിരുന്നുള്ളൂ. പക്ഷെ മരിച്ചത് വേണുവേട്ടനായിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് എന്റെ ചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ നാട്ടുകാർ മുഖത്ത് നോക്കി എന്റെ ചേട്ടനെ കൊലയാളി എന്ന് വിളിച്ചപ്പോ ഞാൻ എന്തുമാത്രം വേദനിച്ചെന്നറിയാമോ? ചേട്ടന്റെ സിന്ധുവിന്റെയും വിവാഹം നടക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതുവരെ മറച്ചു വെച്ചത്. പക്ഷേ ഇന്നെനിക്കൊരു വിഷമവുമില്ല. ഞാനിന്ന് പോലീസിനോട് കുറ്റമേറ്റ് പറയും. അരുതനേത്തി, ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ് നീ. നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടിയും കൊലപാതകയായി പ്രതിക്കുട്ടിരുന്നുകൂടാ. നമ്മുടെ ഫാക്ടറിയും എന്റെ എല്ലാ സ്വത്തുക്കളും നിനക്കുള്ള. നിന്റെ സുഖമാണ് ഈ ചേട്ടന്റെ സന്തോഷം. ചേട്ടാ, നമ്മൾ തന്നെ കേസ് ജയിക്കും. എനിക്കെതിരായ കുറ്റം തെളിയിക്കാൻ അവർക്ക് കഴിയില്ല. അഥവാ കഴിഞ്ഞാൽ തന്നെ ആ കുറ്റം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. വേണ്ട ചേട്ടാ, എനിക്ക് വേണ്ടി നിരപരാധിയായ എന്റെ ചേട്ടൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇല്ല നീത്തി, നീ ഒരു കുറ്റം ചെയ്തിട്ടില്ല. ഞാൻ പറയുന്ന അനുസരിച്ച്. ഇല്ല ചേട്ടാ. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിന്റെ ഈ ചേട്ടനെ നിനക്കൊരിക്കലും ജീവനോട്ട് കാണാൻ കഴിയില്ല. വേണുവേട്ടന്റെ അവസാനത്തെ ആഗ്രഹം നടക്കാൻ വേണ്ടി വേണുവേട്ടൻ ബോംബെയിൽ നിന്ന് എഴുതുന്ന പോലെ കത്തെഴുതിയത് ഞാനാണ്. സിന്ധുവിന്റെയും രാജേട്ടന്റെയും വിവാഹം നടക്കാൻ വേണ്ടി.
എന്റെ രാജേട്ടൻ നിരപരാധിയാണ്. എന്റെ രാജേട്ടനെ ശിക്ഷിക്കരുത്. അടുത്ത 20-ാം തീയതി ഈ കേസിന്റെ വിധി പറയുന്നതാണ്. അതുവരെ ഈ സ്ത്രീയെ റിമാൻഡിൽ വയ്ക്കാൻ കോടതി ഉത്തരവായിരിക്കുന്നു. അനിയത്തി, നീ ചേട്ടനെ തോൽപ്പിച്ചു കളഞ്ഞു. ഇല്ല ചേട്ടാ, എന്റെ ചേട്ടന് വേണ്ടി അവസാനമായി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സിന്ധു, നീ ഈ ചേച്ചിയോട് ക്ഷമിക്കുക.